DLF ഭൂമിക്കോഴക്കേസിൽ റോബോട്ട് വാദ്രയെ രക്ഷിക്കാൻ 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ വിഷയത്തിൽ കുഴഞ്ഞ കെ സുരേന്ദ്രൻ. വാട്സാപ്പിൽ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ചോദിക്ക് കോൺഗ്രസിൻ്റെ ആളെ പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ആളല്ല, അവരോട് ചോദിക്ക് പോയിട്ട് വധേര കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, രാജ്യത്ത് വിവരാവകാശ നിയമം അടക്കം വന്നിട്ടുള്ള രാജ്യമാണ്. ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യാം. എന്നിട്ട് വെറുതെ ഈ ചോദ്യങ്ങൾ ചോദിക്കും. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അതായത് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വലിയ അഴിമതിയുടെ കണക്കുകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഭൂമിക്കോഴക്കേസിൽ റോബോട്ട് വാദ്രയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏകദേശം 170 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ വിഷയത്തിലാണ് ഇത്തരത്തിൽ ഉത്തരം മുട്ടി ഒരു തരത്തിലും മറുപടി പറയാനാകാതെ സുരേന്ദ്രൻ പോലും എത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അഞ്ജന, തുടർച്ചയായ രണ്ടാം ദിവസമാണ് കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒളിച്ചോടുന്ന സമീപനം തുടരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രതികരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം വയനാട്ടിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് വയനാട്. ഇതേ രാഹുൽ ഗാന്ധി തന്നെ സഹോദരി ഭർത്താവായ റോബർട്ട് വദ്രയെ ഭൂമി ഇടപാട് കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഈ റോബർട്ട് വദ്രയിൽ നിന്ന് 170 കോടി രൂപ BJP ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചു എന്നുള്ളതാണ് വിഷയം. അതിന്റെ കണക്കുകൾ എല്ലാം കൃത്യമായി പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ റോബർട്ട് വദ്രയെ രക്ഷിക്കാൻ വേണ്ടി BJP നടത്തിയ ഇടപെടലുകളും റോബർട്ട് വദ്രയിൽ നിന്ന് 170 കോടി രൂപ വാങ്ങിയതിനെ കുറിച്ചുമാണ് കെ സുരേന്ദ്രനോട് ചോദിച്ചത്. ഇന്നലെ കോട്ടയത്ത് വെച്ചും അദ്ദേഹത്തോട് ഇതേ ചോദ്യം ഉയർന്നിരുന്നു. പക്ഷെ എപ്പോഴും അദ്ദേഹം പ്രതികരിച്ചില്ല. ഇന്നും അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. ഇന്നും കൃത്യമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ മറുപടി പറയാൻ കെ സുരേന്ദ്രൻ തയ്യാറായില്ല. അദ്ദേഹം പറയുന്നത് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. ഇത് കൃത്യമായി വിവരങ്ങൾ പുറത്തു വന്നത് സംബന്ധിച്ചൊക്കെ സുരേന്ദ്രന് തന്നെ ധാരണയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് വാട്സപ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല, നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് പോയി ചോദിച്ചു എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ആകെ പറഞ്ഞത് മാത്രമാണ്. കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇന്നും സുരേന്ദ്രന് കഴിഞ്ഞില്ല. ശരി, ഇലക്ട്രൽ ബോണ്ട് റോബോട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇന്നും പ്രതികരിക്കാതെയാണ് സുരേന്ദ്രൻ. മാധ്യമങ്ങളോട് ഇന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. വാട്സപ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തനിക്കാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവരങ്ങളാണ് കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.